നമ്മളെങ്ങോട്ട് പോയേനെ. ഏതാണ് മറയൂർ ടൗണാന്ന് തോന്നുന്നു കേട്ടോ അവിടെ കാണുന്നത്. എൻ്റെ പോനോ, ഇവിടെയൊക്കെ നിർത്താതെ പോകുന്നത് എങ്ങനെയാണ്? ഇവിടെ ചിന്നക്കനാൽ വാട്ടർഫോൾസ് എവിടെ? റോഡ് എവിടെ? വാട്ട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ശരിക്കും ഈ വീഡിയോ ഞാൻ എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇന്നൊരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് സംശയമാണ്. ഞങ്ങളിപ്പോൾ ഉള്ള മൂന്നാറിലാണ്. അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു മൂന്നാർ ഒന്ന് കവർ ചെയ്തിട്ട് തിരിച്ചുള്ള റിട്ടേൺ യാത്രയ്ക്കൊന്ന് വീഡിയോ ആക്കണമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ പെട്ടുപോയി ഗൈസ്. നല്ല അടിപൊളി മഴയാണ് രാവിലെ. നോക്ക് പുറത്ത് രാവിലെ തൊട്ട് നല്ല അടിപൊളി മഴ. ഇത് ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂമാണ്. ഏകദേശം 690 രൂപ 2 പേർക്ക്. അത്യാവശ്യം ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, പിന്നെ ഡബിൾ ബെഡ്. പിന്നെ നമുക്ക് റൈഡേഴ്സിന് ഇതൊക്കെ ധാരാളം. ഇത്ര അത്യാവശ്യം നീറ്റായിട്ട് റൂം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ഇനി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് മഴയൊക്കെ മാറിയിട്ട് ഞാൻ വീണ്ടും ക്യാമറ ഓൺ ചെയ്യാം. ഫൈനലി എനിക്ക് ക്യാമറ ഒന്ന് ഓണാക്കാൻ സമയം കിട്ടിയിരിക്കുകയാണ്. ഇപ്പം കുറേ നേരമായിട്ട് മഴയില്ല. അപ്പോൾ ഞങ്ങൾ മൂന്നാറിൽ നിന്ന് പോകുന്നു. ഇതിപ്പം ഞങ്ങൾ കാന്തല്ലൂർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പം മറയൂർ റൂട്ടാണ്. സോ മഴ ഇപ്പം മാറി നിൽക്കുന്നതുകൊണ്ട് ഞാൻ വീട്ടിൽ ക്യാമറ എടുത്താണ്. അതിന് മുമ്പ് ക്യാമറ എടുത്ത് ഞാൻ ഓണാക്കിയായിരുന്നു. പക്ഷേ മൈക്കൊന്നും കണക്ട് ചെയ്യാൻ പറ്റിയില്ല. മൈക്ക് കണക്ട് ചെയ്താൽ ചിലപ്പം വെള്ളം കയറും. അതുകൊണ്ട് ഞാൻ മൈക്ക് കണക്ട് ചെയ്തില്ല. അതുകൊണ്ട് ആ സമയത്ത് എടുത്ത കുറച്ച് വിഷ്വൽസ് ഉണ്ട്, നിങ്ങളതൊന്ന് കണ്ടിട്ട് പോവാം. ഇതിപ്പം കാന്തല്ലൂർക്ക് ഏകദേശം 35-40 കിലോമീറ്റർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മഴയൊന്ന് മാറിയിരിക്കുന്ന സമയത്ത് നമുക്ക് മാക്സിമം സ്ഥലം കവർ ചെയ്യണം. അതുകൊണ്ട് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എന്നിട്ട് ഉടനെ പുറപ്പെട്ടു അവിടുന്ന്. രണ്ട് സൈഡും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭംഗിയാണിപ്പോൾ. അപ്പോൾ മൂന്നാറിലേക്ക് വരാൻ ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഒന്നും പറയാനില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴ കഴിഞ്ഞുള്ള സമയമായതുകൊണ്ട് മൊത്തം പച്ചപ്പാണ്. മൊത്തം പച്ചപ്പ്. അതുപോലെ തന്നെ ഇങ്ങനെ കോട ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കും. അതാണ് ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ്. അതുകൊണ്ട് വരാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വരിക. ഈ മഴയുള്ള സമയത്തൊന്ന് ഒന്ന് എൻജോയ് ചെയ്യാം. എപ്പോഴും ആ വിൻ്റർ സീസൺ ആകുമ്പോഴത്തേക്കാണ് സാധാരണ മൂന്നാറിലേക്കൊക്കെ പോകുന്നത്. പക്ഷേ പലപ്പോഴും നമുക്ക് ഇതുപോലെ മഴയുള്ള സമയത്ത് വരാനും അടിപൊളിയാണ്. ഇതിപ്പോൾ എവിടെ ക്യാമറ ഓൺ ചെയ്യണം, എവിടെ ക്യാമറ ഓഫ് ചെയ്യണമെന്നൊന്നും എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അതുപോലെ മനോഹരമായിട്ടുള്ള സ്ഥലം. ഇപ്പം നമ്മളെങ്ങോട്ട് പോയേനെ. ഞങ്ങൾ മറയൂർ അടുക്കാറായി. മറയൂർക്ക് ഏകദേശം 8 കിലോമീറ്ററേ ഉള്ളൂ ഇവിടുന്ന്. ക്ലൈമറ്റ് ഇപ്പോൾ മൊത്തത്തിൽ മാറി കേട്ടോ. ഇപ്പോൾ ഒരു വെയിലൊക്കെ വന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോഴാണ് വെയിൽ കാണുന്നത്. അതിനെന്താണേലും മൂന്നാർ വരെ വരേണ്ടി വന്നു. ഫൈനലി നമ്മൾ കാന്തല്ലൂർ റോഡിലോട്ട് കയറി. ഇനി ഏകദേശം 14 കിലോമീറ്ററാണ് ഇവിടുന്ന് കാന്തല്ലൂർക്ക്. റോഡ് അത്രയ്ക്ക് മെച്ചമില്ല ഇപ്പോഴത്തെ ഒരവസ്ഥ വെച്ച് നോക്കുമ്പോൾ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടപ്പുണ്ട്. കേസ് നമ്മൾ കാന്തല്ലൂരിലേക്കുള്ള അവസാനത്തെ ഏകദേശം ഒരു 8 കിലോമീറ്ററിലാണിപ്പോൾ. എൻ്റെ മോനെ സൈഡിലോട്ട് നമുക്ക് ഉയരം കൂടും, കാഴ്ചയുടെ ഭംഗിയും കൂടും. ആ ചെല്ല് പക്ഷെ വേറെ എവിടെയാണ്. മറ്റേ നമ്മുടെ ചായയുടെ ഉയരം കൂടും, ചായയുടെ രുചി കൂടുമെന്ന് പറഞ്ഞ പോലെയാണ്.
ഇവിടെ ഒരു പള്ളിയും സ്കൂളൊക്കെ ഉണ്ട്. ഫയസ് നഗർ സൂപ്പർ ലൊക്കേഷനാണ്, ഒന്നും പറയാനില്ല. ചെറിയ രീതിയിലുള്ള കൃഷിത്തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സ്ട്രോബെറിയൊക്കെ എപ്പോഴാണ് എടുക്കുന്നത്? മരത്തക്കാളി. അപ്പം ഇതാണ് മരത്തക്കാളി. വിളവെടുക്കുന്ന സമയം ചോദിച്ചിട്ട് വരുവാൻ അടിപൊളിയായിരിക്കുമല്ലോ. വിളവെടുക്കുന്ന സമയം ചോദിച്ചിട്ട് വരുവാൻ അടിപൊളിയായിരിക്കും. ഇവിടെ വിൽക്കുന്നുണ്ടല്ലോ. പ്ലാറ്റർ ഉണ്ടെന്ന് ചോദിച്ചാലോ എല്ലാത്തിനും. മറ്റേ ഗ്രിൽഡ് പ്ലാറ്റർ എന്നൊക്കെ പറയുന്നല്ലോ, ഫ്രൂട്ട്സ് പ്ലാറ്റർ. എല്ലാത്തിനും ഓരോന്നോരോന്ന്. എങ്ങനെ ഫാം വിസിറ്റ് കഴിഞ്ഞു, നമ്മൾ തിരിച്ച് ഇറങ്ങിപ്പോകണം. ഇപ്പോൾ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അത് റോഡ് സൈഡ് വല്ലതും ആണെങ്കിലും നിർത്തും, ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ പോകും. നേരെ ഇനിയിപ്പോൾ തിരിച്ച് വന്ന വഴി നേരെ തിരിച്ച് പോയിട്ട് നമ്മുടെ എവിടെ പോകണം? പൂപ്പാറ ആ റൂട്ടിലോട്ടൊന്ന് പോകണം. കരിമ്പല്ലേടാ? കരിമ്പല്ലേ? ഇഷ്ടംപോലെ കരിമ്പ് കൃഷിയുണ്ട്. ഏതാണ്? മറയൂർ ടൗണാന്ന് തോന്നുന്നു കേട്ടോ അവിടെ കാണുന്നത്. സൂപ്പർ. ഗൈസ്, ഈ ഒരു വ്യൂ കണ്ടപ്പോൾ നിർത്തിയതാണ്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇനിയിപ്പം നേരെ പോയിക്കോണ്. കുറച്ചും കൂടെ മുകളിൽ നിന്ന് നിർത്തേണ്ടതായിരുന്നു. പോവാം. മറയൂർ ചന്ദനമരങ്ങളാണ്, മൊത്തം വേലി കെട്ടി തിരിച്ചിരിക്കുക. അവിടെ ഒരു മറയൂർ അവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വഴിയുണ്ട്. അതിലാണ് നിങ്ങൾക്ക് കയറി പോകണമെങ്കിൽ, ഇപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിലേക്ക് കയറി പോകണമെങ്കിൽ നമുക്ക് അവിടെ മരങ്ങൾ കുറച്ച് അടുത്ത് കാണാം. ഗൈസ്, ഞങ്ങളിപ്പോൾ തിരിച്ച് മൂന്നാർ പൊക്കോണ്ടിരിക്കുകയാണ്. ഏകദേശം 30 കിലോമീറ്റർ ഉണ്ട് മൂന്നാറിന്. അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് കുറച്ച് തേയിലപ്പൊടി മേടിക്കണം, പിന്നെ ലൈറ്റായിട്ട് ഇവിടെ നിന്നെങ്കിലും ഫുഡും കൂടെ കഴിക്കണം. പോണ പൊളി. രക്ഷയില്ല. അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് നമ്മൾ മൊത്തം കോടമഞ്ഞ് ഇറങ്ങിയ ഒരു വ്യൂ ആയിരുന്നു. ഇതിപ്പോൾ ഒരു രക്ഷയില്ല, അടിപൊളി. എൻ്റെ മോനെ, ചുറ്റോട് ചുറ്റും തേയിലത്തോട്ടം. നമ്മൾ തിരിച്ച് മൂന്നാറിലെത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ദേവികുളം, അത് ഇവിടുന്ന് ലെഫ്റ്റാണ്. ദേവികുളം ഇവിടുന്ന് 7 കിലോമീറ്റർ. ദേവികുളം വഴി നേരെ പൂപ്പാറ. എന്നിട്ട് അവിടുന്ന് നമ്മൾ മിക്കവാറും രാജാക്കാട് ആ ഒരു സ്ഥലത്തോടെ തിരിച്ച് റിട്ടേൺ. അതാണിപ്പോൾ മനസ്സിൽ പ്ലാൻ. ഇപ്പോൾ സമയം 3:40. അപ്പോൾ നമുക്ക് പൂപ്പാറ ഒരു 4:30-5 മണിയെങ്കിലും ആകുമ്പോൾ എത്തുമെന്ന് വിചാരിക്കുന്നു. കിലോമീറ്ററിന് 1 മണിക്കൂറാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നത് റോഡ് അത്രയ്ക്ക് നല്ലതാണെന്ന് തോന്നുന്നില്ല. എന്താണെങ്കിലും പോയി നോക്കാം.
വല്ലപ്പോഴേക്കല്ലേ വരുന്നത്. നിങ്ങൾ മൂന്നാർ വരുന്നുണ്ടെങ്കിൽ റൂട്ട് വന്ന വഴിയിൽ തിരിച്ചു പോകാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിലോ തീർച്ചയായിട്ടും ഈ റൂട്ടിൽ വരാം. ഒരു രക്ഷയില്ല, ഒരു കിടിലം വ്യൂ. ഞാനിവിടെ നിർത്തുകയാണ്. കേട്ടാളിയ ഒന്നും പറയാനില്ല. കോട ഇറങ്ങുന്നുണ്ട് അവിടെ. ഇവിടെയൊക്കെ നിർത്താതെ പോകുന്നത് എങ്ങനെയാ? ഇവിടെയൊക്കെ നിർത്താതെ പോകുന്നത് എങ്ങനെയാണ്? കൈസ് അന്യായ വ്യൂ ആണ്. ഓ സൂപ്പർബ്. നമുക്ക് അതിൽ കേട്ടപ്പോണ്ട് അതിൽ അങ്ങനെ കയറി അങ്ങനെ അങ്ങ് പോകും. കയറിക്കോ. അവിടെ നിർത്തി ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു. ഇപ്പം ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. മഴയും മഞ്ഞും കൂടെയാണ്. ഒരു രക്ഷയില്ല, അന്യായ ഫീലിംഗ് ആണ്. എൻ്റെ മോനെ ചുറ്റും മഞ്ഞ്. ഒരിക്കലും ഇതിപ്പോൾ കുറച്ച് ദൂരക്കൂടുതലാണെന്ന് പറഞ്ഞാൽ പോലും ഒരിക്കലും നമുക്കൊരു നഷ്ടബോധം തോന്നുന്നില്ല ഇതിൽ വന്നല്ലോ എന്ന് ഓർത്ത്. അതുപോലെ മനോഹരമായിട്ടാണ് ഈ റോഡും അതിന് ചുറ്റുമുള്ള കാഴ്ചകളും. നല്ല റോഡ് കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. എന്നിട്ട് നമ്മളൊരു കൺസ്ട്രക്ഷൻ ഏരിയയിലേക്ക് വന്നു. ഇത് എന്നോടാ കാണിക്കുന്നത് ഇവിടെ ഗൈസ്? ഇവിടെ എന്തോ ഭയങ്കര കൺസ്ട്രക്ഷൻ നടക്കുന്നത്. ഗൈസ് ഒരു രക്ഷയില്ല, അന്യായ മഞ്ഞ്. ഞങ്ങളൊരു ചായ കുടിച്ചു. മഞ്ഞിനൊരു കുറവുമില്ല. പെരിയ കനാൽ എസ്റ്റേറ്റ്. ഒരു 5 അടിക്കപ്പുറത്ത് ഒന്നും കാണത്തില്ല. എൻ്റെ അന്യായമായി. എവിടെ റോഡ്? എവിടെ? അന്യായം അണ്ണാ, അന്യായം. ചിന്നക്കനാൽ വാട്ടർഫോൾസ്. എൻ്റെ ഒളിയാ ഇന പൊടി സാധനമല്ലേ? പ്രൈവറ്റ് പ്രോപ്പർട്ടിയോ? അയ്യോ, മഞ്ഞ് കാരണമൊന്നും കാണത്തില്ല കേട്ടോ. മഞ്ഞെന്ന് പറഞ്ഞാൽ അന്യായ മഞ്ഞ്. കുറേ നേരമായിട്ട് ഞങ്ങളിങ്ങനെ നിർത്തിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു. നമ്മുടെ വണ്ടി അവിടെ ഉണ്ട്. റോഡിൽ കുറേ റിസോർട്ടുകളും ഹോം സ്റ്റേകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മൂന്നാർക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ടൗണിൽ നിന്ന് മാറി
കുറച്ചുകൂടെ പീസ്ഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കാവുന്നതാണ്. ഇവിടെ എല്ലാം റിസോർട്ടുകളാണ്. മഞ്ഞ് കാരണം ഒന്നും കാണത്തില്ലായിരുന്നു. നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഒന്ന് സ്റ്റേ ചെയ്യാൻ. ഈ ആനേറങ്ങൽ ഡാമിൻ്റെ ചെറിയൊരു വ്യൂ ആണ്, അറ്റാച്ച്മെൻറ്റ് ഏരിയ. ഇപ്പം ഡാം ക്ലോസ് ആവും 4:30 ആകുമ്പോഴത്തേക്കും. അപ്പം നമുക്ക് അകത്ത് കയറാൻ പറ്റത്തില്ല. തൽക്കാലം ഇവിടെ നിന്നുള്ള ഒരു വ്യൂ എൻജോയ് ചെയ്തിട്ട് പോകാം. നമ്മൾ ആനേറങ്ങൽ ഡാമൊക്കെ കഴിഞ്ഞൊക്കെ പോകുന്നു. ഇനിയിപ്പം പൂപ്പാറ എത്രയാണെന്ന് തോന്നുന്നത്. അപ്പം പൂപ്പാറ എത്തിയിട്ട് നമ്മുടെ ഫ്രണ്ടിന് പുള്ളിക്കൊരു കുറച്ച് ഏലക്ക മേടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഏലക്കയൊക്കെ മേടിച്ച് അവിടുന്ന് പറ്റുമെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ടോ ഒന്ന് പയ്യെ യാത്ര കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇപ്പം മഞ്ഞും ഒന്നുമില്ല, മൂടൽമഞ്ഞൊന്നുമില്ല. മൂടൽമഞ്ഞൊക്കെ കഴിഞ്ഞു. ആനയിറങ്ങൽ വരെ നല്ല അസല് മൂടൽമഞ്ഞ്. കോട ഇങ്ങനെ ഇറങ്ങി നിൽക്കും. എനിക്ക് വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും അതൊരു ഭയങ്കര ഒരു വൈബാണ്. നമ്മുടെ ദേഹത്തേക്ക് ഇങ്ങനെ മഞ്ഞുതുള്ളികൾ ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കും. ചേട്ടാ രാജാക്കാട് പോകുന്നത് അങ്ങോട്ടാണോ? ഞങ്ങൾ പൂപ്പാറ കഴിഞ്ഞു. അപ്പോൾ മൂന്നാറിൽ ദേവികുളം വഴി ആനയിറങ്ങൽ ഡാം, മറ്റേ ചിന്നക്കനാൽ ആ റൂട്ട് വഴി നേരെ വന്ന് പൂപ്പാറ ചാടി. അത് കഴിഞ്ഞ് പൂപ്പാറയിൽ നിന്ന് നേരെ രാജാക്കാട്, അടിമാലി, നേര്യമംഗലം, മൂവാറ്റുപുഴ. ഇതാണ് നമ്മുടെ റിട്ടേൺ റൂട്ട്. ഇപ്പം നിങ്ങൾ ഒരേ റൂട്ടിൽ തന്നെ തിരിച്ചു പോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും, അതായത് കോട്ടയം ഏരിയയിലേക്ക് ഉള്ളവർ, അല്ലെങ്കിൽ കോട്ടയം, തൊടുപുഴ, മൂവാറ്റുപുഴ ആണെങ്കിലും മൂന്നാറിൽ പോയിട്ട് റിട്ടേൺ വരുമ്പോൾ സെയിം റൂട്ടിൽ വരാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോരാവുന്ന റൂട്ടാണിത്. ഗ്യാപ്പ് റോഡ് എന്നാണ് പറയുന്നത്. അതായത് മൂന്നാറിൽ നിന്ന് തേനിക്കുള്ള റൂട്ട്. അന്യായ സീനറിയാണ് പോരുന്ന വഴിയെല്ലാം. പിന്നെ റോഡ് ഇടയ്ക്കൊക്കെ കൺസ്ട്രക്ഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് ഇടയ്ക്ക് നല്ല അടിപൊളി റോഡുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വരുന്നവർ എന്തായാലും എപ്പോഴും ഓൾമോസ്റ്റ് ഒരു ഡിസംബർ വരെയെങ്കിലും ആ റൂട്ടിൽ എപ്പോൾ വന്നാലും ഫുള്ള് കോടയായിരിക്കും. ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്തുമാത്രം കോടയാണ്. വഴിയൊന്നും കാണത്തില്ല മുമ്പിലോട്ടൊന്നും, അമ്മാതിരി കോട. സോ അങ്ങനെ വ്യത്യസ്തമായിട്ട് റൂട്ടുകൾ പിടിച്ച് ഓടിക്കാൻ താല്പര്യമുള്ളവർക്ക്, റൈഡ് പോകാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഞാൻ ആ റൂട്ട് സജസ്റ്റ് ചെയ്യും. ഇനിയിപ്പം സമയം 6 മണിയായി. അപ്പം ഞാനും വീട്ടിൽ ചെല്ലുമ്പോൾ ഏകദേശം ഒരു 10 മണിയോളം ആകുമെന്നാണ് തോന്നുന്നത്. മിനിമം 10 മണിയെങ്കിലും ആകും. പിന്നെ ഇനിയിപ്പോൾ മഴയ്ക്ക് ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇടുക്കിയിൽ റെഡ് അലേർട്ടാണെന്നാണ് കേട്ടത്. ഇടയ്ക്ക് വന്നപ്പോൾ ഒരു കടയിലെ ചേട്ടൻ പറഞ്ഞ് റെഡ് അലേർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം ഇരുട്ടാകുന്നതിന് മുമ്പ് മല ഇറങ്ങണം. അപ്പോൾ ഇനിയിപ്പം എനിക്ക് ലൈറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ മഴയൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. ഇപ്പോൾ മൂന്നാറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം എന്തൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാകുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഇതിനേക്കാളും കുറച്ചും കൂടെ ബെറ്ററായിട്ട് എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു റൈഡ് വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ.